പഴയങ്ങാടി റെയിൽവേ അണ്ടർബ്രിഡ്ജ് വിഷയവുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗിൻ്റെ സമരം ആഭാസ നാടകമാണ് എന്ന് CPIM മാടായി ഏരിയ സെക്രട്ടറി വി വിനോദ്. 5 വർഷങ്ങൾക്ക് മുമ്പ് വിജയിച്ച് പഴയങ്ങാടിയിലെത്തിയ ഇന്നത്തെ കാസർഗോഡ് MP-ക്ക് പഴയങ്ങാടിയിലെ മുസ്ലിം ലീഗ് നേതൃത്വം ആദ്യം നൽകിയ നിവേദനത്തിൽ ഏറ്റവും പ്രാധാന്യമായി പറഞ്ഞത് അണ്ടർബ്രിഡ്ജ് റോഡിലെ ഗതാഗത പ്രശ്നവും പഴയങ്ങാടിയിലെ റെയിൽവേ സ്റ്റേഷൻ വികസനവുമാണ്. ആ കാര്യത്തിൽ എന്താണ് ചെയ്തത് എന്ന് MP-യും മാടായി പഞ്ചായത്ത് മുസ്ലിം ലീഗ് നേതൃത്വവും വിശദീകരിക്കണമെന്ന് വി വിനോദ് ആവശ്യപ്പെട്ടു. പഴയങ്ങാടി റെയിൽവേ അണ്ടർബ്രിഡ്ജിലെ വെള്ളക്കെട്ടും ഗതാഗത കുരുക്കും സംബന്ധിച്ച് മുസ്ലിം ലീഗ് അപഹാസ്യമായ രാഷ്ട്രീയ നാടകം കളിക്കുകയാണ്. റെയിൽവേ അണ്ടർബ്രിഡ്ജിലെ വെള്ളക്കെട്ടും അതുപോലെ തന്നെ ഗതാഗത കുരുക്കും ഒഴിവാക്കണമെങ്കിൽ അടിയന്തരമായും ചെയ്യേണ്ടത് റെയിൽവേ അണ്ടർബ്രിഡ്ജിന് മുകളിലുള്ള റെയിൽവേ പാലം ഉയർത്തുക എന്നതാണ്. അതിൽ കേരള സർക്കാരിനോ വിജിൻ MLAക്കോ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് മുസ്ലിം ലീഗിന് അറിയാം. അതിൽ ചെയ്യാൻ സാധിക്കുക MP-ക്കും റെയിൽവേക്കും കേന്ദ്ര ഗവൺമെൻറ്റിനുമാണ്. എന്നാൽ ഇവർക്കെതിരെ ഒരക്ഷരം ഉരിയാടാൻ മുസ്ലിം ലീഗ് തയ്യാറാവുന്നില്ല. 5 വർഷം മുൻപ് വിജയിച്ച് പഴയങ്ങാടിയിലെത്തിയപ്പോൾ ഇന്നത്തെ കാസർഗോഡ് MP-ക്ക് പഴയങ്ങാടിയിലെ മുസ്ലിം ലീഗ് നൽകിയിട്ടുള്ള ഒരു നിവേദനമുണ്ട്. ആ നിവേദനത്തിൽ ഏറ്റവും പ്രധാനമായി പറഞ്ഞത് പഴയങ്ങാടി റെയിൽവേ അണ്ടർപാസിലെ ഗതാഗത കുരുക്കും ആ റെയിൽവേ അണ്ടർപാസിലുണ്ടാകുന്ന വെള്ളക്കെട്ടും സംബന്ധിച്ചാണ്. പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷൻ്റെ വികസനമായിരുന്നു മറ്റൊരു കാര്യം. ഇക്കാര്യത്തിൽ കാസർഗോഡ് MP എന്താണ് ചെയ്തത് എന്ന് വിശദീകരിക്കാനുള്ള ബാധ്യതയും ഉത്തരവാദിത്വവും മുസ്ലിം ലീഗിനുണ്ട്. അതുപോലെ തന്നെ 2 മന്ത്രിസഭകളിലായി റെയിൽവേ സഹമന്ത്രിയായിരുന്നു മുസ്ലിം ലീഗിൻ്റെ നേതാവ് അന്തരിച്ചിട്ടുള്ള ജനാബ് E. അഹമ്മദ് സാഹിബ്. സ്വന്തം മന്ത്രിയുണ്ടായിട്ട്, ഒരു കേന്ദ്ര മന്ത്രിസഭയിൽ സ്വന്തം മന്ത്രിയുണ്ടായിട്ട് അതിലൊരു ഘട്ടത്തിൽ റെയിൽവേ വകുപ്പ് തന്നെ കൈകാര്യം ചെയ്തിട്ട് പഴയങ്ങാടി റെയിൽവേ അണ്ടർപാസിൻ്റെ വികസനത്തിനോ അതിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതിനോ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനോ എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ എന്നത് മുസ്ലിം ലീഗ് ഈ നാട്ടിലെ ജനങ്ങളോട് വിശദീകരിക്കേണ്ട രണ്ടാമത്തെ കാര്യമാണ്. അതുപോലെ പഴയങ്ങാടിയുടെ ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതിനു വേണ്ടി പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷൻ റോഡിൻ്റെ വികസനത്തിന് TV രാജേഷ് MLA ആയ ഘട്ടത്തിലാണ് രാഷ്ട്രീയാതീതമായിട്ടുള്ള കൂട്ടായ്മയുണ്ടാക്കി വ്യാപാരികളെ ഉൾപ്പെടെ അവരുടെ സംഘടനകളെ ഉൾപ്പെടെ വിശ്വാസത്തിലെടുത്ത് അവരെ എല്ലാം ഒന്നിച്ചു ചേർത്തുകൊണ്ടുള്ള വികസന പ്രവർത്തനം നടത്തിയത് എന്ന് ഈ നാട്ടിലെ എല്ലാവർക്കും അറിയാൻ വേണ്ടി കഴിയും. വിജിൻ MLA ആയ ഘട്ടം മുതൽ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായാണ് 2023 കേരള ബജറ്റിൽ 6000 കോടി രൂപ ഇതിനു വേണ്ടി നീക്കിവെച്ചത്. റെയിൽവേ ഉണ്ടാക്കിയിട്ടുള്ള ചില നിബന്ധനകൾ, അതുപോലെ തന്നെ മറ്റു ചില സാങ്കേതികമായ കാര്യങ്ങൾ, അവയെല്ലാം പരിഹരിച്ച് മാത്രമേ ഇത് നടപ്പിലാക്കാൻ വേണ്ടി കഴിയൂ. 2023 കേരള ബജറ്റിൽ കല്യാശ്ശേരി മണ്ഡലത്തിന് ലഭിച്ചതിൻ്റെ 60% റെയിൽവേ അണ്ടർബ്രിഡ്ജ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് എന്ന് മുസ്ലിം ലീഗിനും അതിൻ്റെ നേതാക്കന്മാർക്കും അറിയാത്തതല്ല. അത് പൂർത്തീകരിക്കണമെങ്കിൽ 1.5 വർഷമെടുക്കും. ആ 1.5 വർഷക്കാലത്തിനുള്ളിൽ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുക MP-ക്കും റെയിൽവേക്കും ആണ്. മുസ്ലിം ലീഗ് വോട്ട് ചെയ്ത് വിജയിപ്പിച്ചിട്ടുള്ള കാസർഗോഡ് MP-യോട് മുസ്ലിം ലീഗ് ആവശ്യപ്പെടണം. അതല്ലെങ്കിൽ അതിന് സാധിക്കുകയില്ല, ഞങ്ങൾക്കതിന് കഴിയുകയില്ല എന്ന് മുസ്ലിം ലീഗ് ഈ നാട്ടിലെ ജനങ്ങളോട് പറയണം. വെള്ളക്കെട്ട് ഒഴിവാക്കാൻ വേണ്ടി അടിയന്തരമായും എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുക റെയിൽവേക്കും അതുപോലെ തന്നെ കാസർഗോഡ് MP-ക്കുമാണ്. റെയിൽവേയുടെ അധീനതയിലുള്ള 1 ഇഞ്ച് സ്ഥലത്ത് ഏതെങ്കിലും തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനം നടത്താൻ കേരള സർക്കാരിനോ MLAയുടെ മുൻകൈയിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്കോ സാധിക്കുകയില്ല എന്നത് എത്രയോ ഉദാഹരണങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. പിന്നെ നമ്മുടെ കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലെ അണ്ടർപാസുകളെ എടുത്താൽ വെള്ളക്കെട്ടില്ലാത്ത ഏതെങ്കിലും അണ്ടർപാസ് ഉണ്ടോ എന്നുള്ളതിനും മുസ്ലിം ലീഗ് മറുപടി പറയണം. ഈ കാര്യങ്ങൾക്കെല്ലാം മറുപടി പറഞ്ഞതിന് ശേഷമാകാം
മുസ്ലിം ലീഗിൻ്റെ സമരം എന്നുള്ളതാണ് CPIM വ്യക്തമാക്കാനുള്ളത്.